ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ചെറിയൊരു ബ്രേക്കിന് ശേഷം നമ്മൾ വീണ്ടും കാണുകയാണ്. നമ്മുടെ ലാസ്റ്റ് വീഡിയോ വാനില ഐസ്ക്രീം എങ്ങനെ ഉണ്ടാക്കാം എന്നായിരുന്നു. കാണാത്തവർക്ക് അതിന്റെ ലിങ്ക് ഞാൻ താഴെ ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും എടുത്ത് കാണുക, ട്രൈ ചെയ്ത് നോക്കുക. ഏറ്റവും ഈസി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. വിത്തിൻ 5 മിനിറ്റ്സ് നമുക്ക് ഒരു ഐസ്ക്രീമിന്റെ അതേ രുചിയിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും കാണുക, അതിന്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റിൽ ആഡ് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഡിഷ് നമ്മളെല്ലാവരും ഹോട്ടലിൽ പോയിട്ട് എഗ് റോസ്റ്റ് നമ്മൾ പറയാറുണ്ട്. ആ ഹോട്ടലിലെ രുചിയിൽ തന്നെ നമുക്ക് എങ്ങനെയാണ് എഗ് റോസ്റ്റ് വീട്ടിൽ പാചകം ചെയ്യാൻ പറ്റുക, അതാണ് നമുക്ക് ഇന്നലെ ട്രൈ ചെയ്ത് അധികം പേരും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. ചിലർക്ക് നടക്കുന്നുണ്ടാവും ആ രുചിയിൽ തന്നെ ആക്കാൻ. പക്ഷെ അറിയാത്തവർക്കായി എങ്ങനെ നമുക്ക് ഹോട്ടൽ രുചിയിൽ തന്നെ എഗ് റോസ്റ്റ് നമുക്ക് പാചകം ചെയ്തെടുക്കാൻ കഴിയും. നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. മുട്ട റോസ്റ്റിനായി ഞാനിവിടെ ഒരു 6 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. 6 മുട്ട ബോയിൽ ചെയ്ത് അത് ചെറുങ്ങനൊന്ന് നമ്മൾ പാനിൽ വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്. എണ്ണയിൽ ചെറിയൊരു രീതിയിൽ എണ്ണയിലിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. പെട്ടെന്ന് പൊട്ടിപ്പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ആക്കിയെടുക്കുന്നത്. കാരണം മസാലയിലിട്ട് നല്ലോണം വഴറ്റുന്ന സമയത്ത് ചിലപ്പം പൊട്ടാൻ സാധ്യതയുണ്ട്. അത് പൊട്ടിപ്പോകാതിരിക്കാനാണ് ഞാൻ അങ്ങനെ ചെയ്തത്. പിന്നെ എടുത്തിരിക്കുന്നത് 4 വലിയ ഉള്ളി, ചെറിയ നേർങ്ങനെയാക്കി മുറിച്ചത് 4 വലിയൊരു ഉള്ളി, പിന്നെ വെളുത്തുള്ളി 4-5 വലിയ അല്ലി വെളുത്തുള്ളി ചെറുതായി മുറിച്ചത്, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി ചെറിയ കഷ്ണമായി മുറിച്ച ഇഞ്ചി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, മുളക് പൊടി, ഉപ്പ്, ചെറിയ 2 തക്കാളി അത് ചെറുതാക്കി മുറിച്ചിട്ടുണ്ട്. ഏറ്റവും ചെറുതാക്കി ഞാൻ മുറിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ അത്ര ചെറുതാക്കി നിങ്ങൾ മുറിക്കണം. അത്ര ചെറുതാക്കി മുറിച്ച് 2 ചെറിയ തക്കാളി. ഇനി നമുക്കിതെങ്ങനെയാണ് പാചകം ചെയ്യുന്നത് നോക്കാം. ഓക്കെ, നമ്മളിപ്പം നമ്മുടെ എഗ് റോസ്റ്റ് ഞാൻ ഒരു ചീഞ്ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ചെറുതായി മുറിച്ച് വെച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും നമുക്ക് അതിലേക്ക് ഇടാം. എന്നിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. ചൂടാക്കുന്ന അതിൻ്റെ ഒരു പച്ച മണം മാറുന്ന അത്ര വരെ നമുക്കൊന്ന് ചൂടാക്കിയെടുക്കണം. അതിന് ശേഷം നമ്മുടെ ഉള്ളി നമുക്ക് ഇതിലേക്കിടാം. അപ്പോൾ ഇതിൻ്റെ പച്ച മണം മാറി വന്നിട്ടുണ്ട്. നമുക്കിനി നമ്മൾ മുറിച്ച് വെച്ച സവോള, വലിയ ഉള്ളി നമുക്കിതിലേക്കിടാം. ഞാനിവിടെ 4 വലിയ ഉള്ളി എടുത്തത്, ഞാൻ പറഞ്ഞത് 4 വലിയ ഉള്ളി എടുത്തത്. നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ചൊക്കെ ഇടാം. കാരണം ഉള്ളി എത്രയായാലും കാണാനുണ്ടാവില്ല. നമ്മൾ എഗ് റോസ്റ്റ് ആയി കഴിഞ്ഞാൽ ഒന്നും കാണാനുണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ എടുക്കാം. പക്ഷെ അതിനനുസരിച്ച് നമ്മുടെ മസാലകളിൽ കൂടുതൽ നമ്മളിപ്പോൾ ഇടുന്നതിനെക്കാട്ടും കുറച്ച് കൂടുതൽ മസാലകളിൽ ഇടണം. നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിൻ്റെ ആ ഹാർഡ്നെസ് മാറിയിട്ടൊന്ന് സോഫ്റ്റായി വരണം. അതുപോലെ ഒരു ഗോൾഡൻ കളർ വരുന്ന രീതിയിൽ വരുന്ന വരെ നമുക്കിതിങ്ങനെ വഴറ്റിയെടുക്കണം. ഏകദേശം ഒരു വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മുടെ കറിവേപ്പില കുറച്ച് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പും നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. പിന്നെ ഇനി ആവശ്യത്തിന് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ആഡ് ചെയ്യാം. ഇപ്പം ഞാൻ കുറച്ച് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. ഉള്ളി പെട്ടെന്നൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ചെയ്തത്.
നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് തന്നെ കാണാം, നമ്മൾ 4 വലിയ ഉള്ളിയാണ് നമ്മൾ എടുത്തത്. അപ്പം ഇടുമ്പോൾ എത്ര ഉണ്ടായിരുന്നു, ഇപ്പം കുറച്ചേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യം നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ഉള്ളി എടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ മസാലകളിൽ ആഡ് ചെയ്യാം. മുളക് പൊടി 1 ടീസ്പൂൺ മുളക് പൊടി, അര ടീസ്പൂൺ മല്ലിപ്പൊടി, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ ഗരം മസാല. നമുക്കിനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ആയതിനു ശേഷം നമ്മൾ ചെറുതായി മുറിച്ച് വെച്ച തക്കാളി നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. തക്കാളി നമുക്കിതിലേക്ക് ഇടാം. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തക്കാളി ഇതൊന്ന് വെന്ത് വരാൻ വേണ്ടി നമുക്ക് ചെറുതിനൊന്ന് ഇത് സിമ്മിലിട്ടിട്ട് അടച്ചു വെക്കാം. കുറേ നേരമൊന്നും വേണ്ട, ഒരു മാക്സിമം 2 മിനിറ്റ്. കാരണം അത്ര ചെറുതായിട്ടാണ് തക്കാളി മുറിച്ചത്. അതുകൊണ്ട് തന്നെ ഒരു മാക്സിമം 2 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം അത് എത്രത്തോളം ആയിട്ടുണ്ടെന്ന്. ഇപ്പം തക്കാളി ഇതെല്ലാം നന്നായി വെന്തിട്ടുണ്ട്. നമുക്കിനി സിമ്മിൽ നിന്ന് ഹൈയിലേക്ക് മാറ്റി കൊടുക്കാം. നമുക്കിനി ഇതിലേക്ക് ഒരല്പം വെള്ളം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളതിന് അത് കഴിഞ്ഞിട്ട് നമുക്ക് മുട്ട ഇതിലേക്ക് ഇടണം. കുറച്ച് വെള്ളം മാത്രമേ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളൂ. ഇനി അതിലേക്ക് നമ്മൾ ചെറുതായി മുറിച്ച് വെച്ച പച്ചമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തേക്കാം. അതിനുശേഷം മുട്ട ഇതിലേക്കിടാം. മുട്ട ഞാൻ ഇതിൻ്റെ 4 ഭാഗവും ചെറുതായിട്ട് കീറിയിട്ടുണ്ട്. അതിൻ്റെ മസാല എല്ലാം ഇതിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കീറി വെച്ചിരിക്കുന്നത്. നിങ്ങൾ കീറാതെ ഇടാം, നിങ്ങളുടെ ഇഷ്ടത്തിനിടാം. ഞാൻ ഇതിലേക്ക് കീറി വെച്ചിട്ടുണ്ട്, നിങ്ങൾ കാണാം. ഇവിടെ നമുക്ക് ഓരോന്നായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതേ രീതിയിൽ തന്നെ അല്പനേരം സിമ്മിലേക്ക് ആക്കിയിട്ട് നമുക്ക് കുറച്ച് നേരം ഇതേ രീതിയിൽ തന്നെ വെക്കാം. ഞാനിപ്പോൾ സിമ്മിലിട്ടിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് ഇറങ്ങി തന്നെ വെക്കാം. നമ്മുടെ എഗ് റോസ്റ്റ് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് വാങ്ങി വെക്കാം.
ഫ്രണ്ട്സ്, നമ്മളെ എഗ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ കാണാൻ പറ്റും, ഹോട്ടലിൽ കിട്ടുന്ന അതേപോലെ തന്നെ നമ്മൾ ഇത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ടേസ്റ്റും അതുപോലെ തന്നെ ഉണ്ടാവും. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പം അടുത്തൊരു ഡിഷുമായിട്ട്, പുതിയൊരു ഡിഷുമായിട്ട് അടുത്ത പ്രാവശ്യം കാണാം. അതുവരെ ബൈ.